ഏറെ ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, നല്ലവരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളെയെല്ലാം സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുഖാമുഖ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാനുള്ള കാരണങ്ങളും അതിൻ്റെ ചുറ്റുപാടുകളും എല്ലാം മനസ്സിലാക്കിയവരാണ് നമ്മൾ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നമ്മളെ സംബന്ധിച്ച് മുസ്ലിം എന്ന് പറയാറുണ്ട്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ റബ്ബായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായും വിശുദ്ധ ഖുർആനിനെ നമ്മുടെ മാർഗദർശന ഗ്രന്ഥമായും സ്വീകരിക്കുന്ന വ്യക്തി, അവനാണല്ലോ മുസ്ലിം എന്ന് പറയുന്നത്. അല്ലാഹു തആല റബ്ബാണ്, അല്ലെങ്കിൽ ലോകത്തിന് ഒരു രക്ഷിതാവ് എന്ന നിലക്ക് അല്ലാഹു തആല ഉണ്ട് എന്ന് ഒരു വ്യക്തി പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം, പറഞ്ഞതുകൊണ്ട് മാത്രം അവൻ്റെ ഇസ്ലാം ഒരിക്കലും പൂർത്തിയാകുന്നില്ല. നമുക്കൊക്കെ അറിയാം. നേരെ മറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണോ അല്ലാഹു തആല വിശ്വാസമായും കർമ്മമായും നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ആ കാര്യങ്ങളെല്ലാം കൃത്യമായി അംഗീകരിച്ച് വിശ്വസിച്ച് ആ റബ്ബ് പറയുന്ന ഒരു കാര്യത്തിലും സംശയമില്ലാത്ത വിധം, അത് ഇഹലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ, പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ, പാരത്രിക ജീവിതത്തിൽ വരാനിരിക്കുന്ന അവിടുത്തെ വിചാരണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകട്ടെ, ഏത് കാര്യമാണെങ്കിലും ശരി, അല്ലാഹു തആല പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഞാൻ ചോദ്യം ചെയ്യാതെ, നിഷേധിക്കാതെ, തള്ളിക്കളയാതെ, വ്യാഖ്യാനിക്കാതെ, ന്യായീകരിക്കാതെ അതിന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ആ റബ്ബിലുള്ള വിശ്വാസം നമ്മിൽ പൂർത്തിയായിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുക. ആർക്കും തർക്കമുണ്ടാവുകയില്ല എന്ന് കരുതുന്നു. എന്നതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഞാൻ ആ പ്രവാചകനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ, മക്കയിൽ മുഹമ്മദ് എന്ന ഒരു മനുഷ്യൻ, ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയൽ മാത്രമല്ല, അതുകൊണ്ട് ഒരാൾ മുസ്ലിം ആവുകയുമില്ല. ഇവിടുത്തെ ഹൈന്ദവരോട് ചോദിച്ചാൽ പറയും മക്കയിൽ മുഹമ്മദ് എന്ന പ്രവാചകൻ വന്നിട്ടുണ്ട്. മതനിഷേധികളും ദൈവനിഷേധികളും പറയും മക്കാരാജ്യത്ത് മുഹമ്മദ് എന്ന പ്രവാചകൻ വന്നിട്ടുണ്ട്. അപ്പം ആ മുഹമ്മദ് എന്ന വ്യക്തി പ്രവാചകനായി മക്കയിൽ വന്നു എന്നുള്ള ഒരു അറിവ്, അതുകൊണ്ട് മാത്രം ഒരു വ്യക്തി മുസ്ലിം ആകുന്നില്ല. നേരെ മറിച്ച് തൻ്റെ ദൈനംദിന ജീവിതത്തിൽ എന്ത് ഞാൻ വിശ്വസിക്കണമെന്ന് വിശ്വസിക്കരുത്, എന്ത് പ്രവർത്തിക്കണമെന്ന് പ്രവർത്തിക്കരുത്, എവിടേക്ക് നോക്കണം എവിടേക്ക് നോക്കരുത്, ഞാൻ എന്തെല്ലാം ചെയ്യണം ചെയ്യാതിരിക്കരുത്, പരലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വരാനുണ്ട്, എൻ്റെ ഖബറിനകത്തുള്ള ജീവിതങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇതെല്ലാം കൃത്യമായി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ ചോദ്യം ചെയ്യാതെ, നിഷേധിക്കാതെ, തള്ളാതെ, ന്യായീകരിക്കാതെ, സമിഅനാ വ അത്വഅനാ, ഞാൻ കേട്ടു അനുസരിച്ചു എന്ന് പറയുന്നവനാണ് മുസ്ലിം. അതല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പേര് ഇസ്ലാമിൻ്റെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ പേര് അറബിപ്പേര് ആയതുകൊണ്ട് ഒരു മുസ്ലിമാണ് എന്ന് നമുക്ക് പറയാൻ പ്രയാസമായി വരും. ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ സ്വീകരിച്ചു വച്ചതും ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഒരു മുസ്ലിമിന് ചേർന്നതാണോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി വിലയിരുത്തണം. കാരണം നമ്മൾ മരിച്ചു പോകാനുള്ളവരാണ്, നാളെ റബ്ബിൻ്റെ കോടതിയിൽ എത്തേണ്ടവരാണ്. നമ്മൾ ഏതെല്ലാം നിലക്കുള്ള വ്യാഖ്യാനങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ നൽകിയാലും ശരി, മരണപ്പെട്ടു പോകേണ്ടവരാണ്, റബ്ബിൻ്റെ കോടതിയിൽ എത്തിച്ചേരേണ്ടവരാണ്. അവിടെ ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം നരകത്തില, മറ്റൊരു വിഭാഗം സ്വർഗത്തില, മൂന്നാമത്തെ ഒരു ലോകം അവിടെ ഇല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്നു, ആ റബ്ബ് പറഞ്ഞതെല്ലാം നമ്മൾ കേൾക്കുന്നു. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആ പ്രവാചകനിൽ വിശ്വസിക്കുന്നു, ആ പ്രവാചകൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കണം, വിശ്വസിക്കണം. അപ്പോഴേ നമ്മുടെ ഇസ്ലാം പരിപൂർണമാകുന്നുള്ളൂ. സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ വഴി കണ്ടുപിടിക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല. പലപ്പോഴും സ്വന്തമായി ചിലത് തോന്നുകയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഖബറിനകത്ത് രക്ഷാശിക്ഷകളൊന്നുമില്ല. മരണശേഷം മനുഷ്യൻ കല്ല് മണ്ണായി ദ്രവിച്ചുപോയി വീണ്ടും ഒരു പുനർത്തെഴുന്നേൽപ്പോ സാധ്യമല്ല. മനുഷ്യൻ സ്വയം ചിന്തിക്കുകയാണ്, സ്വന്തം യുക്തികൾ കൊണ്ട്, സ്വന്തം ചിന്തകൾ കൊണ്ട്, അവന്റെ ചുറ്റുപാടുകൾ കൊണ്ട്.
അവൻ കേട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളിലൂടെ പല മേഖലയിലൂടെയും ഇസ്ലാമിനെ കുറിച്ച് അവൻ മനസ്സിലാക്കി ശരിയല്ലാത്ത പലതും ഉൾക്കൊണ്ടു. പക്ഷേ അവൻ്റെ ജീവിതം ഈ ലോകത്ത് അവസാനിക്കുമ്പോൾ എന്തിനെയെല്ലാം നിഷേധിച്ചിട്ടുണ്ടോ, എന്തിനെയെല്ലാം എതിർത്തിട്ടുണ്ടോ, അതിനെ സംബന്ധിച്ചെല്ലാം നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യങ്ങൾ വരുമെന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ആരുടെയും ചിന്തകളല്ല, ആരുടെയും ആശയങ്ങളല്ല, ഏതെങ്കിലും വ്യക്തികളുടെ തീരുമാനങ്ങളല്ല. നേരെ മറിച്ച് അല്ലാഹു തആല എന്തൊരു കാര്യമാണോ വഹയായി നൽകിയിട്ടുള്ളത് അത് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള വഴി. ആ വഹയുകൾ ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഹദീസുകളാണ്. ഖുർആൻ വഹയാണ് എന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കാറില്ല. അതേപോലെ സംശയിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് മതപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ അവയെല്ലാം വഹയുകളാണ്. കാരണം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വഹയിലൂടെ സംസാരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ വചനങ്ങളാണ് പിൽക്കാലത്തെ പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയത്, കൃത്യമായ പരമ്പരകളോടുകൂടി. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് വിശദീകരിക്കാം. അപ്പം ഏതായാലും ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള വഹയാണ്, അതിൻ്റെ ഉറവിടം റബ്ബാണ്. ഹദീസുകളോ, നമ്മൾ നമസ്കരിക്കുമ്പോൾ കൈ ഉയർത്തുന്നു, ഏതുവരെ ഉയർത്തണം ഹദീസുകളിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം തീരുമാനിച്ചത് അല്ല, അല്ലാഹു തആല വഹയിലൂടെ പഠിപ്പിച്ചതാ. അതിനാ ജിബ്രീലിനെ പറഞ്ഞയച്ചത്. ചിലപ്പോൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു, ചിലപ്പോൾ കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു, ചിലത് ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ചു, ചിലത് മുമ്പിൽ നിന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തു. അങ്ങനെയെല്ലാം വഹയിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഖുർആനും ഹദീസും വഹയാണ്. ഇത് രണ്ടും ആര് പിൻപറ്റുന്നുവോ, അതിനെ ആര് ജീവിക്കുന്നുവോ അവനാണ് സ്വർഗമുള്ളത്, അവനാണ് മുസ്ലിം എന്ന് പറയുക. അതുകൊണ്ടാണ് റബ്ബ് പഠിപ്പിച്ചത് ഇബ്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ ഖലീലം മാ തദക്കറൂൻ. നിങ്ങൾ പിൻപറ്റണം. എന്തിനെ പിൻപറ്റണം? മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ. അതിൽ എന്തെല്ലാം അള്ളാഹു അവതരിപ്പിച്ചോ അതെല്ലാം അതിൽ പെടും. മക്ക രാജ്യത്ത് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ നന്നാക്കാൻ വേണ്ടി ഉപയോഗിച്ച മാർഗം എന്താണ്? യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അൽ കിതാബ് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു, വൽ ഹിക്മ അതിന്റെ വിശദീകരണവും പഠിപ്പിച്ചു കൊടുത്തു. എന്താ വിശദീകരണം? വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായ പ്രവാചകൻ പഠിപ്പിച്ച, ചെയ്ത് പറഞ്ഞ് കാണിച്ചു തന്ന വിഷയങ്ങൾ, അതിനാണ് ഹദീസ് എന്ന് പറയുന്നത്. ആ വിശദീകരണം തരേണ്ടതും ആരുടെ ഭാഗത്ത് നിന്നാ? അള്ളാന്റെ ഭാഗത്ത് നിന്നാണ്. ഇന്ന അലൈന ജംഅഹു വ ഖുർആന ഫൈദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന തുമ്മ ഇന്ന അലൈന ബയാന. നമ്മളത് വിശദീകരിക്കേണ്ടത്. അള്ളാഹുവാണ് വിശദീകരിച്ചു തന്നത്. ആ വിശദീകരണങ്ങൾ വഹയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു, പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്നിട്ട് അള്ളാഹു തആല മൊത്തത്തിൽ പറയാണ് ഇബ്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് എന്താണോ വഹയായി നിങ്ങൾക്ക് നൽകപ്പെട്ടത്, ഇറക്കപ്പെട്ടത്, അതിനെ നിങ്ങൾ പിൻപറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറഞ്ഞത്, എനിക്ക് എന്താണോ വഹയായി നൽകപ്പെടുന്നത് അതിന് ഞാൻ പിൻപറ്റുന്നു, എന്നിട്ടോ ആ വഹയിനെ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരികയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ സ്വർഗത്തിലേക്കുള്ള മാർഗം ഖുർആനും ഹദീസും പിൻപറ്റലാണ്. വത്തബി മാ യൂഹാ ഇലൈക വസ്ബിർ ഹത്താ യഹ്കുമ അല്ലാഹു വഹുവ ഖൈറുൽ ഹാകിമീൻ. എന്താണോ നിങ്ങൾക്ക് വഹി നൽകുന്നത് അത് നിങ്ങൾ പിൻപറ്റണം. അപ്പോൾ വഹയിനെ പിൻപറ്റലാണ് ഇവിടെയുള്ള രക്ഷക്കും നാളെ പരലോകത്തുള്ള രക്ഷക്കും നിദാനമായി, മാനദണ്ഡമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. മാത്രല്ല, ചില ആളുകളൊക്കെ സ്വന്തമായി ചിലതൊക്കെ തീരുമാനിക്കാറുണ്ട്. അതായത് പരലോകത്ത് അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ പരലോകത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ എന്തിനാണ് അല്ലാഹു തആല അങ്ങനെ ചെയ്തത്, എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ ചെയ്തത്, അതല്ലേ ഇതല്ലേ എന്നൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ ന്യായീകരണങ്ങൾ. അവിടെയാണ് അള്ളാഹുവിന്റെ നമ്മളൊരു നിർദ്ദേശം. എന്താണ്? ജനങ്ങളെ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക്, കൽബുകൾക്ക് ജീവൻ നൽകേണ്ടത് നിങ്ങളുടെ ചിന്തകൾ കൊണ്ടല്ല. ഖുർആൻ പഠിച്ചും ഖുർആൻ മനസ്സിലാക്കിയും നിങ്ങളുടെ കൽബിന് ഹയാത്ത് നൽകണം, ജീവൻ നൽകണം. ഹദീസ് പഠിച്ചും മനസ്സിലാക്കിയും അതിന്, ആ കൽബിന് നിങ്ങൾ ജീവൻ നൽകണം. അതുകൊണ്ട് പ്രവാചകനോട് കൽപ്പിച്ചു അല്ലാഹു തആല, നിങ്ങൾ ക്ഷണിക്കുക ജനങ്ങളെ ഖുർആനിലേക്ക്, അതേപോലെ റസൂലിലേക്കും എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ പഠിപ്പിക്കുന്ന, പറയുന്ന ആശയങ്ങളിലേക്ക്. അതും വഹയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കണം എന്ന് അല്ലാഹു തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിക്കുകയും ചെയ്തു.
പക്ഷേ അല്ലാഹു തആല ഒരു കാര്യം പറഞ്ഞു സൂറത്തുൽ ഖസസിന്റെ 50-ാമത്തെ വചനത്തിലൂടെ, റസൂലേ ഫഇല്ലം നസ്തജീബൂ ലക ഫഅലം അന്നമാ യബ്തബിഊന അഹ്വാഅഹും. അവരുടെ ഹൃദയങ്ങൾക്ക് ജീവൻ നൽകുന്ന വിഷയങ്ങളായ ആത്മീയ വിഷയങ്ങളിലേക്ക് അതിന്റെ ജീവന് വേണ്ടി ജീവൻ കിട്ടാൻ വേണ്ടി ഖുർആനിലേക്കും ഹദീസിലേക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ ചില ആളുകൾ ആ വിളി സ്വീകരിക്കുന്നില്ല. അത് എന്തുകൊണ്ടാ കാരണം അല്ല പറയാണ്. റസൂലെ നിങ്ങൾ ക്ഷണിച്ചിട്ട് അവർ വരുന്നില്ല എങ്കിൽ, ആ ക്ഷണം അവർ സ്വീകരിക്കുന്നില്ല എങ്കിൽ, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല എങ്കിൽ ഫഅലം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അന്നമാ യബ്തബിഊന അഹ്വാഅഹും, അവർ സ്വന്തം ഇച്ഛകളെ പിൻപറ്റുന്ന ആളുകളാ. തങ്ങൾക്ക് തോന്നിയത് വിശ്വസിച്ചു, തോന്നിയത് തള്ളിക്കളഞ്ഞു, തോന്നിയതിനെ ന്യായീകരിച്ചുകൊണ്ട് വിശ്വസിച്ചു. ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലാകുന്നില്ല, തങ്ങളുടെ പരിമിതമായ ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്നില്ല. അപ്പോഴോ സ്വന്തത്തിന് എന്താണ് തോന്നിയത് അങ്ങനെ അങ്ങോട്ട് വിശ്വസിച്ചു. നിഷേധിക്കാൻ തോന്നിയത് നിഷേധിച്ചു, ഒഴിവാക്കാൻ തോന്നിയത് ഒഴിവാക്കി. അങ്ങനെ ചിലതിൻ്റെയൊക്കെ പിന്നാലെ കൂടി. അല്ലാഹു തആല പറയാണ് അവരെ കുറിച്ച്, അള്ളാഹുവിന്റെ ഹുദയില്ലാതെ, അള്ളാഹിന്റെ മാർഗനിർദ്ദേശനമില്ലാതെ സ്വന്തം ഇച്ഛയെ പിൻപറ്റുന്നവനേക്കാൾ വഴിപിഴച്ചവൻ വേറെ ആരുണ്ട്? അപ്പൊ ഏറ്റവും വലിയ വഴിപിഴച്ചവൻ ആരാണ്? അള്ളാഹ് എന്ത് പറഞ്ഞു എന്ന് നോക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു എന്ന് നോക്കാതെ, ആ അള്ളാഹുവും അവന്റെ പ്രവാചകനും പറഞ്ഞത് വിശ്വസിക്കാതെ, അതിന് അതേ പ്രകാരം അംഗീകരിക്കാതെ സ്വന്തം ഇച്ഛയനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നവരാരോ അവനാണ് ഏറ്റവും വലിയ വഴിപിഴച്ചവൻ എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് സ്വീകരിക്കണം? ഒരു മാർഗം സ്വർഗത്തിലേക്ക് വേണ്ടി അല്ലാഹു തആല എന്താണോ ദീനായി നമ്മളോട് പഠിപ്പിച്ചത് അതെല്ലാം നമ്മൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും സ്വീകരിക്കുക എന്നർത്ഥം. അതാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ. ആരുടെയും താല്പര്യങ്ങളല്ല, ആരുടെയും ഇച്ഛകളല്ല. അല്ലാഹു തആല പഠിപ്പിച്ചു, നിങ്ങൾ ഇന്നത് പിൻപറ്റിയാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, അത്തിഉല്ലാഹ വർ റസൂൽ, അല്ലാഹനെ നിങ്ങൾ അനുസരിക്കണേ. എങ്ങനെ അല്ലാഹനെ അനുസരിക്കുക? അല്ലാഹു തആല ഖുർആനിലൂടെ പഠിപ്പിച്ച നിയമങ്ങൾ ചെയ്യാൻ പറഞ്ഞത് ചെയ്യുക, ചെയ്യരുതെന്ന് പറഞ്ഞത് ഒഴിവാക്കുക. എന്നതുപോലെ ഹദീസുകളിലൂടെ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം. അത് ഹദീസല്ലേ, അത് ബുഖാരിയിലല്ലേ, അത് 200 കൊല്ലം കഴിഞ്ഞിട്ട് എഴുതിയതല്ലേ? അല്ലെങ്കിൽ ഇത് ഈ ആയത്ത് ഇങ്ങനെ കാണുമ്പോൾ അത് ഞാൻ കുറെ പഠിക്കാൻ നോക്കി, പക്ഷെ എനിക്കത് ഖുർആനെതിരായി തോന്നി. അങ്ങനെയൊന്നുമല്ല. അത്തിഉല്ലാഹ വർ റസൂൽ, അല്ലാഹനെ നിങ്ങൾ അനുസരിക്കണം, പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം. ഇസ്ലാമിന്റെ കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് വിശുദ്ധ ഖുർആനിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പ്രസംഗങ്ങളുടെയൊക്കെ ആരംഭത്തിൽ പറയാറുണ്ട്, അമ്മാ ബഅദ്, നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലോ, അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ്, ഏറ്റവും നല്ല സംസാരം അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിലുള്ള ഒന്നും നിഷേധിക്കേണ്ടതില്ല, അതിനെ ഒന്നും തള്ളിക്കളയേണ്ടതില്ല, അതിനെ ഒന്നും ചോദ്യം ചെയ്യേണ്ടതില്ല. അത് പഠിപ്പിക്കാൻ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ ഗ്രന്ഥത്തിന്റെ വിശദീകരണം നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ആ പ്രവാചകന്റെ വാക്കിലും ഒന്നും തള്ളേണ്ടതില്ല, ആ പ്രവാചകന്റെ വാക്കിലും ഒന്നും നിഷേധിക്കേണ്ടതില്ല, ഒന്നിനെയും ചോദ്യം ചെയ്യേണ്ടതില്ല. നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിൽ പ്രവാചകനായി 63-ൽ മരിക്കുമ്പോൾ, അതായത് 23 വർഷക്കാലത്തെ ദഅവത്ത്, ഇസ്ലാമിന്റെ പ്രബോധനം എല്ലാ മേഖലകളും പഠിപ്പിച്ചല്ലോ. ബാത്റൂമിൽ കക്കൂസിൽ എങ്ങനെ ഇരിക്കണം എന്നത് വരെയുള്ള നിയമങ്ങൾ ഉൾക്കൊള്ളേ എല്ലാം പഠിപ്പിച്ചു. അവസാനം പഠിപ്പിച്ചത് എന്താ? തറക്തു ഫീകും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോവുകയാ. ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരു കാലത്തും നിങ്ങൾ വഴി പിഴക്കുകയില്ല, നിങ്ങൾ പിഴച്ചു പോവുകയില്ല. അതിന് മറ്റൊരു മഫ്ഹൂമുണ്ട്. അതെന്താ? അതിലെങ്ങാനും കൈവിട്ടാൽ, ഞാൻ വിട്ടേച്ചു പോകുന്ന 2 അതെങ്ങാനും നിങ്ങൾ കൈവിട്ടാൽ പിഴക്കും. അത് മുറുകെ പിടിച്ചാൽ പിഴക്കില്ല എന്ന് പറഞ്ഞാൽ അത് കൈവിട്ടാൽ പിഴക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതാണ് 2 കാര്യങ്ങൾ? ഒന്ന് കിതാബുല്ലാഹി വ സുന്നത്തി, ഒന്ന് വിശുദ്ധ ഖുർആനാണ്, മറ്റൊന്ന് സുന്നത്താണ്. അപ്പൊ ഖുർആനിനെ പ്രമാണമായി സ്വീകരിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു എങ്കിൽ നമ്മൾ അംഗീകരിക്കുന്നു, അംഗീകരിച്ചേ പറ്റൂ. ആ ഖുർആനിൽ പറയുന്ന എല്ലാ നിയമങ്ങളും അതേപോലെ തന്നെയാണ് ഹദീസിന്റെ കാര്യവും. ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഹദീസ് എന്ന് പറഞ്ഞാൽ അത് ഇമാം ബുഖാരി എഴുതിയതല്ലേ എന്ന്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചായ എടുത്തിട്ട് ഒരു ഈത്തപ്പന മരത്തിന്റെ ചോട്ട് പോയിട്ട് ഒരു പേനും കടലാസിരുന്ന് എഴുതി ആലോചിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ കഥ എഴുതിയ പോലെ എഴുതിയതല്ല ഹദീസുകൾ.
അത് കൃത്യമായ പരമ്പരയോടുകൂടി ഇമാം ബുഖാരിക്ക് പഠിപ്പിച്ചു കൊടുത്ത ആള്, അദ്ദേഹത്തിന്റെ ഉസ്താദ്. ആ ഉസ്താദിന് ആരെന്ന് കിട്ടി ഇന്ന ഹദീസ്, അദ്ദേഹത്തിന് ആരെന്ന് കിട്ടി. അങ്ങനെ പോയി താബിഈ വരെ സ്വഹാബി വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ കൃത്യമായ പരമ്പര, അതിനെ സനദ് എന്ന് പറയാം. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ അറിവില്ലാണ്ട് പറയരുത് അത് ബുഖാരിന്റെ ഹദീസ് അല്ലേ, അത് 200 കൊല്ലം കഴിഞ്ഞിട്ട് എഴുതിയതല്ലേ, എഴുതിയതേ സ്വീകരിക്കാൻ പറ്റൂന്ന് ആരാ പറഞ്ഞ്? അങ്ങനെയൊന്നുമില്ലല്ലോ. ഞാൻ അന്ന് എഴുതിയിട്ടില്ല എന്ന് വെക്കുക, എഴുതിയോ ഇല്ല എന്നുള്ളത് വേറെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ല വേറെ വിഷയം. എഴുതിയിട്ടില്ല എന്ന് വെക്കുക, അന്ന് എഴുതി വെച്ചതേ ഹദീസായി സ്വീകരിക്കാവൂ എന്നുള്ള നിയമമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് രണ്ടും നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ നമ്മുടെ ഇസ്ലാം പരിപൂർണമാകും, നമ്മുടെ ഈമാൻ പരിപൂർണമാകും. കാരണം ഇസ്ലാമിന്റെയും ഈമാനിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രമാണമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം എവിടുന്ന് പഠിച്ചതാ? ഖുർആനിന്ന്. മലക്കുകളുടെ വിശ്വാസം എവിടുന്ന് പഠിച്ചതാ? ഖുർആനിന്ന്. പിന്നെയോ ഹദീസുകളിൽ നിന്ന്. അപ്പൊ വിശ്വാസ കാര്യങ്ങളുടെയും മറ്റു അനുഷ്ഠാനങ്ങളുടെയും എല്ലാം അടിസ്ഥാനം എന്താണ്? ഈ 2 പ്രമാണങ്ങളാണ്. അപ്പോ ഖുർആനും ഹദീസും പ്രമാണം എന്ന നിലക്ക് ഒരേപോലെ നമ്മൾ അതിനെ കാണണം. രണ്ടിനും ഒരു വേർതിരിവ് കാണിക്കാൻ പാടില്ല. വേർതിരിവ് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ ഖുർആനിന്റെ അതേ സ്ഥാനം ഹദീസിനുണ്ട് എന്നുള്ളതല്ല. ഖുർആൻ നമസ്കാരത്തിൽ ഓതുന്നു, നമസ്കരിക്കുമ്പോൾ ഹദീസ് ആരും ഓതൂല. ഖുർആൻ ഓതിയ ഓരോ അക്ഷരത്തിനും ഇത്ര ഇരട്ടി പുണ്യുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, അത് ഹദീസിനില്ല. അതൊക്കെ ശരിയാണ്. അതേ സ്ഥാനത്ത് പ്രമാണം, നമ്മുടെ മർജിഅ, നമ്മുടെ മസ്ദർ, നമ്മുടെ അവലംബം, മാനദണ്ഡം എന്ന അടിസ്ഥാനത്തിൽ അത് ഹദീസല്ലേ എന്ന ഒരു വേർതിരിവുണ്ടല്ലോ, അത് പറയാൻ പാടില്ല. കാരണം ഖുർആനിന്റെയും ഹദീസിന്റെയും ഉത്ഭവം അല്ലാഹുവിൽ നിന്നാണ്. ഇനി നോക്കൂ നിങ്ങൾ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ കൽപ്പനയല്ലേ. എന്താണോ പ്രവാചകൻ കൊണ്ടുവന്നത് അതിനെ സ്വീകരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. പ്രവാചകൻ ഉണ്ട്, മുഹമ്മദ് നബി മക്കത്ത് വന്നു എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് മുസ്ലിം ആവുകയില്ല. ആ പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നത് വരെ, ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുന്നത് വരെ. മാത്രമല്ല ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. അള്ളാഹുവിനോടുള്ള അനുസരണം പരിപൂർണമാകണമെങ്കിൽ റസൂലിനെ അനുസരിച്ചേ പറ്റൂ. എന്തുകൊണ്ട് അല്ലാഹു തആല കൽപ്പിച്ചു അഖീമുസ്സലാത്ത്, നമസ്കരിക്കണം. ഒന്ന് നമസ്കരിക്കും സഹോദരങ്ങളെ. പ്രവാചകന്റെ ഹദീസുകൾ വേണ്ട, പ്രവാചകന്റെ വചനങ്ങൾ വേണ്ട, അങ്ങനെ നിയമം ഇസ്ലാമിലില്ല, ഞങ്ങളത് അംഗീകരിക്കില്ല എന്ന് വല്ലവനും പറഞ്ഞാൽ അവരൊന്ന് നമസ്കരിക്കട്ടെ. ആ നമസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കട്ടെ. എവിടുന്ന് കിട്ടി അവന്റെ ഇഖാമത്ത്? എവിടുന്ന് കിട്ടി ബാങ്ക്? എവിടുന്ന് കിട്ടി നമസ്കാര രൂപം? എവിടുന്ന് കിട്ടി അല്ലാഹു അക്ബർ? കൈ ഉയർത്തണം. ആ കൈവിരലുകൾ ചേർത്തി വെക്കണോ പരത്തി വെക്കണോ? ആ കൈവിരലുകൾ എത്രത്തോളം ഉയർത്തണം? ഉയർത്തിയ കൈകൾ എവിടേക്ക് താഴ്ത്തണം? താഴ്ത്തിയാൽ എങ്ങനെ വെക്കണം? ഇടത് കൈമേൽ വലതോ വലതിനുമേൽ ഇടതോ? എവിടുന്ന് കിട്ടും? എവിടുന്ന് മനസ്സിലാകും? അപ്പോ പരിഹാരം എന്താ? അങ്ങനെ നിസ്കാരമൊന്നും ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ നമസ്കാരമൊന്നും ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോഴോ ഹദീസുകൾ നിഷേധിച്ച് തുടങ്ങിയാൽ അവസാനം ചെന്നെത്തിച്ചേരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനെ ചോദ്യം ചെയ്യുന്നതിലേക്ക് അല്ല, അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നതിലേക്ക്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ, അള്ളാഹുവിന്റെ മശീഅത്ത്, അവന്റെ ഉദ്ദേശങ്ങളെ, അള്ളാഹുവിന്റെ ഖദാ, അവന്റെ തീരുമാനങ്ങളെ, അള്ളാഹുവിന്റെ ഖദർ, അവന്റെ നിർണയങ്ങളെ, അള്ളാഹുവിന്റെ ഹിക്മത്ത്, അവന്റെ യുക്തിയെ, അതെല്ലാം ചോദ്യം ചെയ്യുന്ന, അള്ളാഹുവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അങ്ങേ അറ്റത്തെ അപകടത്തിലേക്കാണ് ഹദീസുകൾ ഞാൻ അംഗീകരിക്കില്ല എന്നൊരു വ്യക്തി പറഞ്ഞാൽ അതിലൂടെ ചെന്നെത്തിച്ചേരാൻ പോകുന്ന അപകടം. അതുകൊണ്ടാണ് അല്ലാഹു തആല പഠിപ്പിച്ചത് റസൂലിനെ അനുസരിക്കണം. അപ്പൊ അവനാണ് അല്ലാഹുവിനെ അനുസരിച്ചവൻ. അതല്ലാണ്ട് ഒരിക്കലും അല്ലാഹുവിനോടുള്ള അനുസരണം പൂർത്തിയാവൂല. നമസ്കാരം അല്ലാഹു കൽപ്പിച്ച പോലെ നമസ്കാരം ആകണമെങ്കിൽ എന്ത് വേണം, ഇത് എങ്ങനെയായിരിക്കണമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നിർവഹിച്ചേ പറ്റൂ. അവർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. ഇനി വേണ്ട നോമ്പെടുക്കി. നോമ്പിന്റെ വിഷയത്തിൽ നോമ്പിന്റെ ഓരോ സുന്നത്തുകൾ, ഓരോ ആദാബുകൾ, ഓരോ മര്യാദകൾ. ഹജ്ജെടുക്കിൻ. ആദ്യം ഹജ്ജിന് നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിക്കണം. അത് ഇന്ന മീഖാത്തിൽ നിന്നാണ്. ഇന്ന രാജ്യത്ത് കൂടി വരുന്ന ആളുകൾക്ക് ഇന്ന മീഖാത്താണ്. ആ വ്യക്തി ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ധരിക്കേണ്ട വസ്ത്രങ്ങൾ ഇന്നതൊക്കെയാണ്. അത് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്. അവൻ മിനായിലേക്ക് പോകണം. അവിടെ രാത്രി കഴിച്ചു കൂട്ടിയ ശേഷം പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ച ശേഷം അറഫയിലേക്ക് പോകണം. അവിടെ ളുഹറിന് ശേഷം അറഫയിൽ എത്തിച്ചേരണം.
സൂര്യാസ്തമയം വരെ നിൽക്കണം, മുസ്ദലിഫിലേക്ക് മടങ്ങണം, മുസ്ദലിഫയിൽ എത്തിയിട്ടേ ഇശാവും മഗ്രിബും നമസ്കരിക്കാവൂ എന്നൊക്കെയുള്ള നിയമങ്ങൾ ഒരു വ്യക്തിക്ക് ഹജ്ജ് ചെയ്യണമെങ്കിൽ ഖുർആൻ മാത്രം എടുത്താൽ ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ചില ആളുകൾ അവസാനം ഇതിനൊക്കെ ചോദ്യം ചെയ്ത് ചെന്നെത്തി അവസാനം ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതൊരു കച്ചവടത്തിന്റെ കേന്ദ്രം മാത്രമാണ് എന്ന് പറയാൻ ദുരവസ്ഥയിലേക്ക് ചെന്നെത്തി. അല്ലാഹു തആല പഠിപ്പിച്ച ഹജ്ജിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അത് അവസാനം എങ്ങോട്ടായി എത്താം? അത് പഠിപ്പിച്ച അല്ലാഹനെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക്. അത്ഭുതങ്ങളായി, മുഅ്ജിസാത്തുകളായി, ആയാത്തുകളും ദൃഷ്ടാന്തങ്ങളുമായി എന്തെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതിനെയെല്ലാം എതിർക്കുകയും നിഷേധിക്കുകയും ചെയ്യേണ്ടുന്ന അവസ്ഥയിലേക്ക് ഇതാ തുടക്കം മുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹദീസുകളെ നിഷേധിച്ചു വന്നാൽ അങ്ങോട്ടാണ് എത്തിച്ചേരുക. അതുകൊണ്ട് തുടക്കത്തിലെ ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടു കൂടി തന്നെ ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് എന്താ പറഞ്ഞത്? മതവിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോ, വൈം തനാസഅതും ഫീ ഷൈഇൻ, തർക്കവും അഭിപ്രായ വ്യത്യാസവും വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാ അല്ലാഹുവിലേക്ക് മടക്കുക? ഐ ഇലൽ ഖുർആൻ. എങ്ങനെയാ റസൂലിലേക്ക് മടക്കുക എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പില്ല. പക്ഷേ ജീവനുള്ള പ്രവാചകന്റെ വാക്കുകൾ, ജീവനുള്ള പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതായ രൂപങ്ങളിൽ കൃത്യമായ സനദോടുകൂടി എല്ലാ സിഹത്തും ളുഅഫും ഒക്കെ പരിശോധിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിൽ ഇത് നമ്മുടെ മുമ്പിൽ ജീവനോടെയുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പോലെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ച് കാണിച്ചു തരുന്ന പോലെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഏത് വിഷയത്തിലും വൈം തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു, ആ വിഷയത്തിൽ നിങ്ങൾ മടക്കണം. അള്ളാഹുവിലേക്ക് മാത്രം മടക്കി ഖുർആനുണ്ടോ എന്ന് മാത്രം നോക്കുക, പിന്നെ നിങ്ങൾ നിങ്ങളെ യുക്തിപ്രകാരം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിലേക്ക് മടക്കണം, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിലേക്ക് മടക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മയ്യാശു മിൻകും ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് ഭിന്നതകൾ കാണും, പല വീക്ഷണ വ്യത്യാസങ്ങൾ. ഖബർ ശിക്ഷയെ ചോദ്യം ചെയ്യുന്നവർ, അതിനെ വിശ്വസിക്കുന്നവർ, അതിനെ അംഗീകരിക്കുന്നവർ, അതിനെ കളവാക്കുന്നവർ, പരലോകത്ത് സിറാത്ത് ഇല്ല എന്ന് പറയുന്നവർ, ഉണ്ടെന്ന് പറയുന്നവർ, മീസാൻ എന്ന് പറഞ്ഞാൽ അത് ആലങ്കാരികം മാത്രമാണ്, നീതി കാണിക്കുമെന്നേ ഉള്ളൂ, മീസാൻ എന്ന ഒന്നില്ല എന്ന് പറയുന്നവർ, ഉണ്ട് എന്ന് പറയുന്നവർ. എന്താ ചെയ്യേണ്ടത്? ആരുടെ ബുദ്ധിയാ, ആരുടെ യുക്തിയാ വലുത്, ആർക്കാ വലിയ അറിവ്, അത് നോക്കി നടക്കലല്ല. എന്താ പഠിപ്പിച്ചത്? ഒരുപാട് ഭിന്നതകൾ ഉണ്ടാകും. ഒരു ഭിന്നത ഉണ്ടാകൂല എന്നല്ല, ഒരുപാട് ഉണ്ടാകും. ഉണ്ടാകുമ്പോഴോ എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണേ. എന്റെ സച്ചരിതരായ ഖുലഫാഉർ റാഷിദുകൾ, അവരുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ ആയത്തുകളിലെല്ലാം പഠിപ്പിക്കുന്ന വിഷയം എന്താണ്? അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കണം, ഖുർആനും സുന്നത്തും സ്വീകരിക്കണം എന്നർത്ഥം. അല്ലാഹു തആല ഖുർആനിലൂടെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ചില ആളുകളുണ്ട്, എന്താ അവരുടെ സ്വഭാവം? വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർറസൂൽ, അല്ലാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ അല്ലാഹുവിൽ നിഷേധിക്കുന്നവരാണെന്നും പറയൂല, വിശ്വാസമൊക്കെ ഉണ്ടെന്ന് പറയും. അല്ലാഹുവിൽ മാത്രമല്ല വബിർറസൂൽ, റസൂലിലും വിശ്വസിക്കുന്നു. അതിന് അവർ തയ്യാറാണ്. അല്ലാഹുവിൽ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്, റസൂലിൽ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. പക്ഷേ തുമ്മ യതവല്ലാ ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക, അതിനുശേഷം ചില ആളുകൾ അതാ പിന്മാറിപ്പോവുകയാണ്. അല്ലാഹ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ അല്ലാഹ് അങ്ങനെ പറയൂ? അത് ശാസ്ത്രത്തിനെതിരല്ലേ? അത് ബുദ്ധിക്കെതിരല്ലേ? അത് യുക്തിക്കെതിരല്ലേ? ഹദീസിലെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ റസൂൽ അങ്ങനെ പറയോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അത് ഖുർആനെതിരല്ലേ? അത് ഇന്നത്തെ ഭൗതികതയ്ക്കെതിരല്ലേ? എന്താ കാരണം? വഅലം അന്നമാ യത്തബിഊന ഹുവാഹും, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സ്വന്തം ഇച്ഛയെ പിൻപറ്റുകയാണ് അവൻ. അപ്പൊ ചോദ്യം ചെയ്യാൻ തോന്നുകയാണ്. അപ്പൊ റബ്ബ് പറയാണെന്ത്? അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്, റസൂലിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ചില കാര്യങ്ങളൊക്കെ പറയപ്പെട്ടാൽ, ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കപ്പെടുമ്പോ അവർ പിന്തിരിഞ്ഞു പോവുകയാണ്. അവരെ കുറിച്ച് അല്ലാഹു തആല പറയുന്നു, അവരാരാ? വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവർ മുഅ്മിനുകളല്ല. പ്രഖ്യാപനം കൊണ്ട് മാത്രമായില്ല സഹോദരങ്ങളെ, ഇത് അള്ളാഹിന്റെ വചനമാണ്, സംശയമില്ലാത്ത വാക്കാണ്. അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ എന്ത് പഠിപ്പിച്ചോ അത് സ്വീകരിക്കാനുള്ള സന്നദ്ധതയും മാനസികമായ ഒരുക്കവും ഒരു വിശ്വാസിക്കുണ്ടായിരിക്കണം. അള്ളാഹുവിനെ അനുസരിച്ചാൽ, അവസാനിപ്പിച്ചില്ല, അവന്റെ റസൂലിനെയും അനുസരിച്ചാൽ, അള്ളാഹിനെ പേടിച്ചാൽ,
അവിടെ റസൂലിനെ പേടിച്ചാന്ന് പറഞ്ഞിട്ടില്ല. അത് വേറൊന്നാണ്, അത് ആരാധനയാണ്, അത് ഇബാദത്താണ്, അത് അല്ലാഹുവോട് മാത്രം. അവരാണ് വിജയി, അവർ തന്നെയാണ് വിജയികൾ. അപ്പൊ ഈ സ്വഭാവം ഇല്ലെങ്കിലോ അവർ തന്നെയാണ് പരാജിതർ. മനസ്സിലായോ? അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, അവർ തന്നെയാണ് വിജയികൾ. ഇല്ലെങ്കിലോ അവർ തന്നെയാണ് പരാജിതന്മാർ. സംശയിക്കണ്ട, അല്ലാഹുവിന്റെ വചനമാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ويبتغي غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ومن يشاقق الرسول, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനോട് എതിരായാൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ആ പ്രവാചകൻ പഠിപ്പിച്ച, പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന ഹുദ വ്യക്തമായ ശേഷം ആ പ്രവാചകൻ എന്താണ് പറഞ്ഞത് എന്ന് ഹദീസിലൂടെ ബോധ്യപ്പെട്ടു, ഹദീസിൽ ഉണ്ടെന്നും അവൻ കേട്ടു, ഇന്നതാണ് പ്രവാചകൻ പറഞ്ഞത് എന്നും മനസ്സിലായി. പക്ഷേ അത് എന്റെ ബുദ്ധിക്കെതിരാ, എന്റെ ഇഷ്ടത്തിനെതിരാ, എന്റെ ഇച്ഛക്കെതിരാ, എന്റെ ഭാര്യന്റെ താല്പര്യത്തിനെതിരാ, എന്റെ കുടുംബത്തിന്റെ താല്പര്യത്തിനെതിരാ, എന്റെ മഹലിനെതിരാണ്. അങ്ങനെയൊക്കെ തോന്നുമ്പോ അത് റസൂലിന് എതിരായി നിൽക്കുക നമ്മള്. അപ്പൊ പിന്നെ റസൂൽ പറഞ്ഞത് വേണ്ട, ഞാൻ എന്റെ ഇച്ഛ സ്വീകരിച്ചോളാം, എന്റെ ഭാര്യ പറഞ്ഞത് സ്വീകരിച്ചോളാം, എന്റെ നാട് പറഞ്ഞത് സ്വീകരിച്ചോളാം എന്ന് നിനക്ക് പ്രവാചകന്റെ വാക്കിനോട് എതിരായാൽ എന്താ പറയുന്നത്? അല്ലാഹു തആല അവസാനം നുവല്ലിഹി മാ തവല്ല, പോണ വഴിക്ക് നാം അവനെ വിടും. പോട്ടെ, അള്ളാഹുവിനെ പിടുത്തം വിട്ടു, നിയന്ത്രണമില്ലാതെ പോകും. ആ പോക്കാണ് അവസാനം എന്തായി മാറിയത്? മരണശേഷം ജീവിതമോ നിസ്കാരോ? ചിലവരൊക്കെ നിസ്കരിക്കും, ചിലവർ നിസ്കരിക്കൂല. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, ചിലവരൊക്കെ നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളവർ നിർത്തിക്കോളും. എന്തുകൊണ്ടാ തോന്നലുണ്ടായത്? നിസ്കാരം കുറെ കഴിയാൻ നിർത്തിക്കോളും, ബേജാറാകണ്ട എന്നൊക്കെ തോന്നി തുടങ്ങി ചില ആളുകൾക്ക്. അപ്പൊ നമസ്കരിച്ചില്ലെങ്കിൽ പരലോകത്ത് ഏറ്റവും ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന നിസ്കാരമാണല്ലോ. അത് ഹദീസിലല്ല, അങ്ങനെ നമുക്ക് നിയമം പാലിക്കാൻ പറ്റും. അല്ല, ഖുർആനിലുണ്ടല്ലോ, സ്വർഗ്ഗക്കാർ ചോദിക്കുന്നു നരകക്കാരോട്, മാ സലക്കക്കും ഫീ സഖർ, എന്തേ നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കാൻ കാരണം? എന്താ മറുപടി? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, അതുകൊണ്ടാണ് നരകത്തിലേക്ക് വന്നത്. അല്ലാഹ് പറയാണ്, നരകക്കാർ പറയുന്നു. അപ്പൊ ഖുർആൻ അങ്ങനെ ആയത്തില്ലേ? അത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച സ്വലാത്തൊന്നല്ല, അത് വേറെ സ്വലാത്താണ്. അതിന് വേറൊരു വ്യാഖ്യാനം, അവര് കൊടുക്കുന്നൊരു വ്യാഖ്യാനം. അത് നമസ്കാരമല്ല, അത് നിങ്ങൾ പറഞ്ഞ പോലെ കൈകെട്ടുക, പടിഞ്ഞാട്ടിരിക്കുക, റുക്കൂ ചെയ്യുക, സുജൂദ്, അതൊന്നുമല്ല. അത് വേറൊരു സ്വലാത്താണ്. അഖീമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കരിച്ചോളി. അപ്പൊ അല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ ഇടക്കിടക്ക് ഓർമ്മ ഉണ്ടായ നമസ്കാരമായി. ഇത് ഇസ്ലാമല്ല, രക്ഷപ്പെടൂല. ഇവിടെ നമുക്ക് ചിലപ്പോൾ ന്യായീകരണം കണ്ടെത്തിയേക്കാം, ആശ്വാസം കിട്ടും. സുബൈക്ക് പള്ളി പോകണ്ട, നിസ്കരിക്കണ്ട, ഇടങ്ങറില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നാളെ പരലോകത്തേക്ക് എത്തുമ്പോ, അല്ലാഹുവിന്റെ വിചാരണ നേരിടുമ്പോ, വിശ്വാസം കഴിഞ്ഞാൽ കർമ്മ വിഷയങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം നമസ്കാരമാണ് സഹോദരങ്ങളെ. അതിനെപ്പോലും നിഷേധിക്കുന്ന, ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. എന്തേ കാരണം? നുവല്ലിഹി മാ തവല്ല, പോണ വഴിക്ക് വിടും. അല്ലാഹ് പറയാ, വനുസ്ലിഹി ജഹന്നം, അവസാനം നരകമായിരിക്കും. വസാഅത് മസീറാ, എത്രമാത്രം മോശമായ സങ്കേതമാകുന്നു ആ നരകം. അതുകൊണ്ട് നമ്മുടെ ഈമാനിന്റെ പരിപൂർണത ഞാൻ ആദ്യ ബോധിവച്ച വചനം, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും തുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. നേരത്തെ സുഹൃത്ത് മാലിക് സലഫി അത് വിശദീകരിച്ചു. എന്തൊരു പ്രശ്നത്തിലും പ്രവാചകനെ മധ്യകർത്താവായി സ്വീകരിക്കണം, പ്രവാചകനെ ജഡ്ജായി സ്വീകരിക്കണം. ആ ജഡ്ജിന്റെ തീരുമാനം അത് വഹയാണ്, റസൂൽ ഇഷ്ടപ്രകാരം പറയുന്നതല്ല. ചില വിഷയങ്ങൾ സംശയങ്ങളായി ചോദിക്കാൻ സ്വഹാബികൾ വരും, പല ആളുകളും വരാറുണ്ട്. വഹയ് കിട്ടിക്കഴിഞ്ഞ വിഷയമാണെങ്കിൽ അപ്പത്തന്നെ മറുപടി കൊടുക്കും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിലോ തല താഴ്ത്തി അവിടെ ഇരിക്കും, മിണ്ടാണ്ട് അവിടെ ഇരിക്കും. കാരണം ദീനാണ്. സ്വന്തം ഇഷ്ടപ്രകാരം മറുപടി പറയാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അനുവാദം കൊടുത്തിട്ടില്ല. അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പ്രവാചകൻ നിശബ്ദനായി അവിടെ ഇരിക്കും. സ്വഹാബത്ത് പറയാ, കുറെ കഴിഞ്ഞാൽ കാണാൻ പ്രവാചകന് വിയർക്കാൻ തുടങ്ങും. അതെന്താ? വഹി വരികയാണ്. അത് കഴിഞ്ഞാലോ ഞങ്ങൾക്ക് ആയത്ത് ഓതി തരും. അതെന്താ? വഹയിനെ കാത്തിരുന്നതാ, അല്ലെങ്കിൽ ഈ ചോദിച്ച വിഷയത്തിലെ ഹുക്കുമിനെ കാത്തിരുന്നതാ. അത് അല്ലാഹു തആല പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം, വഹയായി നൽകണം. കാരണം അത് ദീനിന്റെ വിഷയമാണ്. അതുകൊണ്ടാണ് ആ പ്രവാചകനും നിങ്ങൾ മധ്യകർത്താവായി സ്വീകരിച്ചാൽ അതിനർത്ഥം അള്ളാഹുവിന്റെ തീരുമാനം തന്നെയാണ് അവിടെയും വരുന്നത്. വലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും തുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത
വയുസല്ലിമൂ തസ്ലീമാ. മനസ്സിലൊരു ചൊറിച്ചിൽ പോലും ഉണ്ടാകാൻ പാടില്ല. എന്താ റസൂൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അത് അത്ര എനിക്ക് ഇഷ്ടമായില്ല, പറഞ്ഞു പോയി, സ്വീകരിക്കല്ല എന്നപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെയൊക്കെ സ്വീകരിക്കുന്ന, ബുദ്ധിമുട്ടി സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നും പാടില്ല. വയുസല്ലിമു തസ്ലീമ, പരിപൂർണമായ നിലക്ക് അതിനെ സ്വീകരിച്ചു കൊള്ളണം, അംഗീകരിച്ചു കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മതപരമായ വിഷയങ്ങൾ ഹദീസാണ്, അത് വഹയാന്ന് പറഞ്ഞല്ലോ. അത് വഹയാണ് എന്നതിൻ്റെ വലിയൊരു തെളിവ്, വലിയൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി. ലാ ഉൽഫിയന്ന അഹദകും മുത്തകിഅൻ അലാ അരീകതിഹി. നിങ്ങളെ എനിക്ക് കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഒരു കാലഘട്ടം വരും, അന്ന് ഞാൻ നിങ്ങളെ ഈ അവസ്ഥയിൽ കാണരുത്. ഏതവസ്ഥയിൽ? യഅതീഹിൽ അംറു മിൻ അംരി, അവന് എൻ്റെ കൽപ്പനകൾ വരികയാണ്. ഇതാ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്നത് വിശ്വസിക്കണം, ഇന്നത് വിശ്വസിക്കരുത് എന്നുള്ള എൻ്റെ കൽപ്പനകൾ വരുമ്പോ മിമ്മ അമർതു ബിഹി ഔ നഹൈതു അൻഹു, അതിൽ ഞാൻ കൽപ്പിച്ചതുണ്ട്, ഞാൻ നിരോധിച്ചതുണ്ട്. അങ്ങനെ എൻ്റെ കൽപ്പനകൾ വരുമ്പോൾ ചില ആളുകൾ അവൻ പറയും ഫയഖൂൽ ലാ നദിരി, ഞങ്ങൾക്കറിയില്ല. മാ വജദ്നാ ഫീ കിതാബില്ലാഹി ഇത്തബഅനാഹു, ഖുർആനിൽ എന്ത് കണ്ടോ അത് സ്വീകരിക്കും. റസൂൽ പറഞ്ഞൊന്നും വേണ്ട, അത് സ്വഹീഹുൽ ബുഖാരി, ബുഖാരി സ്വഹീഹാക്കിയതാണ്, അല്ലാഹ് സ്വഹീഹാക്കട്ടെ, അപ്പം വിശ്വസിക്കാം. പുതിയ കണ്ടുപിടുത്താണ് അത്. ബുഖാരി സ്വഹീഹാക്കിയതല്ലേ, അല്ലാഹ് സ്വഹീഹാക്കിയാൽ ഞങ്ങൾ വിശ്വസിച്ചോളാം. ഇവിടെ എന്താ പറയുന്നത്? അങ്ങനെ പറയുന്ന ചില ആളുകൾ വരും. ഹദീസോ ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഞങ്ങനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, പഠിച്ചിട്ടുമില്ല, ഞാൻ ആവശ്യമില്ല, ഞങ്ങൾക്കിത് മതി. ഏത് മതി? മാ വജദ്നാ ഫീ കിതാബില്ലാഹി ഇത്തബഅനാഹു, അല്ലാഹുവിന്റെ കിതാബായ ഖുർആൻ എന്ത് കണ്ടോ അത് മതി, അത് പിൻപറ്റിക്കോളാം എന്ന് പറയുന്ന ആളുകൾ വരും. അവരിൽ നിങ്ങളെ കാണരുത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വിഭാഗത്തിൽ നിങ്ങളെ പോലത്തെ ആളുകൾ പെടാൻ പാടില്ല. മുത്തറസൂലിന്റെ ഒരു നിർദ്ദേശം. ആ രോഗമാണ് ഇന്ന് പല ആളുകളും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. പാവങ്ങളാണ്, ചിലപ്പോൾ അറിയാഞ്ഞിട്ടായിരിക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം മതാണ്, അപ്പൊ അതാണ് ശരിയെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം. ഇപ്പുറം കൂടി ചിന്തിക്കണ്ടേ നമ്മുടെ അസ്തിത്വത്തെ സംബന്ധിച്ച്, നമ്മളെ സൃഷ്ടിച്ച അള്ളാഹിനെ സംബന്ധിച്ച്, ആ അള്ളാഹ് സംവിധാനിച്ച മരണത്തെ സംബന്ധിച്ച്, ആ അള്ളാഹ് സംവിധാനിച്ച ഖബറിനെ സംബന്ധിച്ച്, ആ അള്ളാഹുവിലേക്കുള്ള മടക്കത്തെ സംബന്ധിച്ച്. ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന നമ്മളെ ഇങ്ങനെയെല്ലാം സൃഷ്ടിച്ച് നിയന്ത്രിച്ച് അന്നവും വെള്ളവും എല്ലാം തന്ന് പരിപാലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ റബ്ബിന്റെ നിർദ്ദേശത്തെക്കാൾ, ആ റബ്ബിന്റെ വഹീനേക്കാൾ, ആ റബ്ബിന്റെ കൽപ്പനയേക്കാൾ, ആ റബ്ബിന്റെ സ്നേഹത്തോടു കൂടിയുള്ള നിർദ്ദേശങ്ങളെക്കാൾ നമ്മുടെ യുക്തിയും നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും അതാണ് വലുത് എന്ന് പറയുമ്പോൾ സഹോദര, അത് അപകടം തന്നെയാണ്. അറിയാതെ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. സാധാരണ പറയാറുണ്ട് വഹയ് അത് ഖുർആൻ മാത്രമാണ്, അല്ലാതെ വേറെ വഹയുകളൊന്നുമില്ല. ഖുർആൻ മാത്രമാണ് വഹയായി നൽകപ്പെട്ടിട്ടുള്ളൂ, വേറെ വഹയുകളൊന്നും ഇല്ല എന്ന് സാധാരണ പലപ്പോഴും പറയാറുണ്ട്. അല്ല, ഖുർആൻ മാത്രമല്ല വഹയ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മതപരമായ വിഷയങ്ങളാകുന്ന ഹദീസുകൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം വഹയ് തന്നെയാണ്. അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം പ്രത്യേകതയല്ല. മുഹമ്മദ് നബിക്ക് മുമ്പ് കഴിഞ്ഞു പോയ നബിമാർക്കും അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങൾ അല്ലാത്ത വഹയുകൾ നൽകിയിട്ടുണ്ട് അല്ലാഹു തആല. വേദഗ്രന്ഥം മാത്രമല്ല വഹയ്. ഞാൻ ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലാക്കാം, കാരണം ഇത് വെച്ചിട്ടാണ് പലവരും ചോദ്യം ചെയ്യുന്നത്. വഹയ് ഖുർആനല്ലേ, അത് അംഗീകരിക്കുന്നുണ്ട് നമ്മൾ. മറ്റത് അത് ചിലവർ ബുഖാരി അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ 200 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിൽക്കാലത്ത് എഴുതിയത് അല്ലെങ്കിൽ റസൂൽ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ അന്നത്തെ അറബികളോട് ജീവിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ആ സാഹചര്യത്തിൽ പറഞ്ഞത് പ്രവർത്തിച്ചത് അങ്ങനെയൊക്കെയല്ലേ ന്യായീകരിക്കാറുള്ളത്. അത് എന്ത് മാനദണ്ഡം പറഞ്ഞിട്ടാ? അല്ലാഹു തആല ഇറക്കിയത് വഹയ് മാത്രം, ഖുർആൻ മാത്രമേ ഉള്ളൂ. എന്നാ ഖുർആൻ മുഴുവൻ അംഗീകരിക്കും? അതുമില്ല. ഖുർആനിലല്ലേ അല്ലാഹ് പറഞ്ഞത് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അല്ലാഹുവിനെ അനുസരിക്കണം, റസൂൽ അനുസരിക്കണം. അത്തിഉല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനെ അനുസരിക്കണം, റസൂൽ അനുസരിക്കണം. മയ്യുതിർ റസൂല ഫഖദ് അതാ അല്ലാഹ്, റസൂൽ അനുസരിച്ചാൽ അല്ലാഹുവിനെ അനുസരിച്ചു. വഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദുഹു ഇലല്ലാഹി വർ റസൂൽ, റസൂലിലേക്കും അല്ലാഹുവിലേക്കും മടക്കണം. വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഇതൊക്കെ ഖുർആന്റെ കൽപ്പനയല്ലേ. അപ്പൊ ഖുർആൻ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? റസൂലിനെയും അംഗീകരിച്ചാലേ അവന്റെ ഖുർആനിലുള്ള വിശ്വാസം പൂർത്തിയാവൂ. കാരണം എന്താ? ആ ഖുർആനിലൂടെയേ അല്ലാഹു തആല പറഞ്ഞത് റസൂലിന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കണമെന്ന്. അപ്പോ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയുണ്ട്, ഖുർആൻ അല്ലാത്തതും. അത് നബിയുടെ മാത്രം പ്രത്യേകതയല്ല, മുമ്പ് നബിമാർക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം നോക്കി നിങ്ങൾ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ആ മൂസാ നബിയെ കുറിച്ച് അല്ലാഹു തആല പറയാം, വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ ഇലാ ഫിർഔന വമലഇഹി ഫഖാല ഇന്നി റസൂലു റബ്ബിൽ ആലമീൻ. ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, റബ്ബുൽ ആലമീനിന്റെ ദൂതനാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി ഫിർഔന്റെ അടുക്കലേക്ക് ചെന്നു.
പോകുമ്പോൾ എന്താ കൊണ്ടുപോയത്? അള്ളാഹുവിൽ നിന്നുള്ള വഹയാകുന്ന നിർദ്ദേശം. അതാണ് ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ. അവ ചില മുഅ്ജിസത്തുകൾ നൽകി. അത് മൂസാ നബി അള്ളാഹ് വിളിച്ച് സംസാരിച്ച് ഇന്ന ഇന്ന അടയാളങ്ങൾ തരുന്നു, അതുമായി നീ പോകണം എന്നല്ല പറഞ്ഞല്ലോ മൂസാ നബിയോട്. അത് വേദഗ്രന്ഥമാണോ? അല്ല. ആ വഹി വേദഗ്രന്ഥമായിരുന്നോ? അല്ല. എന്തുകൊണ്ട്? ഫിർഔൻ മരിക്കുവോളം തൗറാത്ത് കിട്ടിയിട്ടില്ല. ഫിർഔനിനോടും ഫിർഔനിന്റെ നാട്ടുകാരോടും മൂസാ നബിക്ക് ദഅവത്ത് നടത്താൻ അന്ന് തൗറാത്ത് കിട്ടിയിട്ടില്ല. കടലിന് അപ്പുറം പോയ ശേഷമാണ് തൗറാത്ത് കിട്ടിയത്. അതിന് മുമ്പുള്ള സംസാരങ്ങളൊക്കെ എന്താ? വഹിയല്ലേ. അപ്പൊ തൗറാത്ത് അല്ലാത്ത വഹി ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസാ ഇന്നി അന റബ്ബുക ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ വഅന അഖ്തർതുക ഫസ്തമി' ലിമാ യൂഹാ. അല്ലാഹു തആല വിളിച്ചു മൂസാ നബിയെ, സംസാരിച്ചു, ചെരുപ്പൂരി വെക്കാൻ പറഞ്ഞു. എന്നിട്ട് പറയാണ് ഫസ്തമി', ശ്രദ്ധിച്ചു കേട്ടോ, മാ യൂഹാ, വഹി നൽകപ്പെടുന്നത്. വഹി നൽകാൻ പോവുക. അത് തൗറാത്ത അല്ലല്ലോ, ഉറപ്പല്ലേ? എപ്പോഴാ തൗറാത്ത് കൊടുത്തത്? അത് പിന്നീടാണ്. അതും അല്ലാഹു തആല ഖുർആനിലൂടെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വലഖദ് ആതൈനാ മൂസൽ കിതാബ മിൻ ബഅദി മാ അഹ്ലകിനൽ ഖുറൂനൽ ഊലാ ബസ്വായിറ ലിന്നാസി വഹുദൻ വറഹ്മതൻ ലഅല്ലഹും യതദക്കറൂൻ. മൂസ ഫിർഔനിനെ നശിപ്പിച്ച ശേഷം, ഫിർഔനിന്റെ ഖൗമിന്റെ സമൂഹത്തിന്റെ നാശത്തിനു ശേഷം അല്ലാഹു തആല മൂസാ നബിക്ക് എന്ത് കൊടുത്തു? തൗറാത്ത് കൊടുത്തു. അപ്പൊ അതിന് മുമ്പത്തെ കാര്യം എന്താ? അതും വഹി തന്നെയാ. അപ്പൊ നബിമാർക്ക് വേദഗ്രന്ഥമല്ലാത്ത വഹയുകൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഒരു ഉദാഹരണം കൂടി നോക്കൂ നിങ്ങൾ. ഇത് പഠിക്കണം. സൂറത്തു നിസായിലെ 163-ാമത്തെ ആയത്താണ്. ആ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദി വഔഹൈനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വല്ലസുബാത്ത് വഈസാ വഅയ്യൂബ വയൂനുസ് വഹാറൂന വസുലൈമാൻ വആതൈനാ ദാവൂദ സബൂറാ. നൂഹ് നബി മുതൽ പല നബിമാരുടെയും പേര് ഇവിടെ എണ്ണി. എന്നിട്ട് എന്താ പറഞ്ഞത്? അവർക്ക് നാം വഹയ് കൊടുത്തു, അല്ലേ? ഇതിൽ എത്ര നബിമാർക്കാ ഗ്രന്ഥം കിട്ടിയത്? നമുക്കറിയാമല്ലോ. തൗറാത്തായും ഇൻജീലായും സബൂറായും പിന്നെ സുഹഫ് ഇബ്രാഹിമോ മൂസ എന്ന് അല്ലാഹു തആല പറഞ്ഞ ബാക്കിയുള്ള പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട പിന്നെ വഹി എന്താ? വേദഗ്രന്ഥമല്ലാതെ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള വഹി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ചില നബിമാരെ കുറിച്ച് മാത്രമേ അവർക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പും അമ്പിയാക്കന്മാർക്ക് അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥമല്ലാത്ത വഹയും നൽകിയിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകി. ഖുർആൻ അല്ലാത്ത പല വിഷയങ്ങളും പല കാര്യങ്ങളും, ചില വിഷയങ്ങളൊന്നും ഖുർആനിൽ പരാമർശമില്ല. അത് പ്രവാചകൻ അല്ലാഹു തആല അറിയിച്ചിട്ടുമുണ്ട്. ഉദാഹരണമായി വിശുദ്ധ ഖുർആൻ പറയാൻ സൂറത്ത് ഹശറിലെ 5-ാമത്തെ ആയത്ത്, ബനൂ ഖുറൈള യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ജൂതന്മാരുടെ ഉപരോധവും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചരിത്രപരമായ വിഷയം. ആ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയാൻ മാ ഖതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമൂഹാ ഖായിമതൻ അലാ ഉസൂലിഹാ ഫബിഇദ്നില്ലാഹി വലിയുഖ്സിൽ ഫാസിഖീൻ. മാ ഖതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമൂഹാ ഖായിമ. അന്ന് ചില മരങ്ങൾ മുറിച്ചു, ചിലത് മുറിക്കാണ്ട് അങ്ങനെ വിട്ടേച്ചു, ചിലത് അടിയോടുകൂടി മുറിച്ചു. അങ്ങനെ ചിലത് മുറിച്ചതും ചിലത് മുറിക്കാതിരുന്നതും അതെന്താണ്? ഫബിഇദ്നില്ലാഹി, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമായിരുന്നു. ഖുർആനിലെ ഏതെങ്കിലും ആയത്തെടുത്തിട്ട് ഇന്ന മരം മുറിച്ചോ ഇന്ന മരം മുറിക്കരുത് എന്ന് ഒരായത്ത് കാണാൻ കഴിയോ? ഇല്ല. അപ്പൊ അള്ളാഹ് പറഞ്ഞതോ ചില മരങ്ങൾ മുറിച്ചു മാറ്റിയതും ചില മരങ്ങൾ മുറിക്കാതെ അങ്ങനെ വിട്ടേച്ചതും എന്തായിരുന്നു? അള്ളാഹിന്റെ കൽപ്പന പ്രകാരമായിരുന്നു. അതെവിടെയാ? അതൊരു വഹിയാണ്. ആ വഹി ഉണ്ട് എന്ന് ആരാ പറഞ്ഞത്? അള്ളാഹ് പറഞ്ഞത്. അള്ളാഹിന്റെ അനുവാദപ്രകാരം അള്ളാഹിന്റെ ഇതിന് പ്രകാരമാണ് റസൂൽ അത് ചെയ്തത്. എന്നാ ചെയ്തു എന്ന് ഖുർആനിലുണ്ടോ? അല്ല. അത് അള്ളാഹ് കൽപ്പിച്ച ഇന്ന സമയം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ റബ്ബിന്റെ അനുവാദം അള്ളാഹു പ്രവാചകന് നൽകി, ഇന്നത് മുറിക്കണം ഇന്നത് മുറിക്കരുത്. അപ്പൊ ഖുർആനല്ലാത്ത വഹീകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട് എന്നർത്ഥം. അപ്പൊ ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഹദീസുകളെ നിഷേധിക്കുകയോ ഹദീസുകളെ തള്ളുകയോ ചെയ്യേണ്ടതില്ല. വഹി എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രമാണ് എന്ന ന്യായീകരണം പറഞ്ഞുകൊണ്ട് നോക്കൂ നിങ്ങൾ. സൈനബ റളിയല്ലാഹു അൻഹയെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. അത് വിവാഹം കഴിക്കാനുള്ള കാരണം അള്ളാഹിന്റെ കൽപ്പനയായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പന എവിടെ വന്നത്? ഖുർആനിലില്ല. പക്ഷെ പ്രവാചകനോട് അള്ളാഹ് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നീ മനസ്സിൽ മറച്ചു വെക്കുന്നു. ആ നിന്നോട് പറഞ്ഞ കാര്യം എപ്പോഴാ പറഞ്ഞത്? അതാണ് വേറെ വഹി എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ അഹ്സാബിന്റെ 37, 38 വചനങ്ങൾ. വത്തഖില്ലാഹ വതുഖ്ഫി ഫീ നഫ്സിക മല്ലാഹു മുബ്ദീഹി വതഖ്ശന്നാസ വല്ലാഹു അഹഖു അൻ തഖ്ശാ ഫലമ്മാ ഖലാ സൈദും മിൻഹാ വതറൻ സവ്വജ്നാകഹാ. സൈനബ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ച രംഗം പറയാണ്. അല്ലാഹു തആല വെളിവാക്കാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ മറച്ചു വെച്ചു. മാ കാന അലൻ നബിയ്യി മിൻ ഹറജിൻ ഫീമാ ഫറദല്ലാഹു ലഹു സുന്നത്തുല്ലാഹ്. ഇത് അള്ളാഹ് നടപടിക്രമമാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനോട് അള്ളാഹ് കൽപ്പിച്ച കാര്യം നടപ്പിലാക്കുന്നതിൽ വിരോധമില്ല എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കണം. അള്ളാഹിന്റെ കൽപ്പനയാണ് സൈനബിനെ കല്യാണം കഴിക്കണം. സെയ്ദ് ഇബ്നു ഹാരിസയെ അവരോട് വിവാഹമോചനം നടത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും വേണം. ഇതൊക്കെ അല്ലാഹു തആല പ്രവാചകനോട് കൽപ്പിച്ച കാര്യമാണ്, വഹയായി തന്നെ അറിയിച്ച കാര്യമാണ്. അപ്പോ ഇത്രയും നേരം സംസാരിച്ചതിലൂടെ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ രക്ഷയുടെ മാർഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിത്തന്ന വിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണമായി ജീവിക്കുന്ന മാതൃകയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരിക്കുകയും ചെയ്ത പാത, അത് നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് ജീവിക്കുമ്പോഴാണ് അവരെ സംബന്ധിച്ച് മുസ്ലിം എന്ന് പറയാൻ സാധിക്കുന്നത്. പിന്നെ പലപ്പോഴും ആളുകൾ സംശയമായി പറയാറുള്ള ഒരു കാര്യമാണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് തിബിയാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാറ്റിൻ്റെയും വിശദീകരണമാണല്ലോ. പിന്നെ വേറെ ഒരു ഹദീസിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ചില ആളുകൾ, സാധാരണക്കാരിൽ ഒരു സംശയം എന്ന നിലയ്ക്ക് പലപ്പോഴും ഇത്തരം നിഷേധ സ്വഭാവങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഖുർആൻ വിശദീകരിക്കപ്പെട്ട, ഖുർആൻ എല്ലാം പറഞ്ഞു തന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇനി ഒന്നും പറയേണ്ടതില്ല എന്ന അർത്ഥത്തിലുള്ള ഒരു തിബിയാൻ എന്ന വിശദീകരണം ഒരു വാചകമല്ല അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ കടന്നു വരുമ്പോൾ തന്നെ അല്ലാഹു തആല പറഞ്ഞ എന്താ? ലിതുബയ്യിന ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പൊ അള്ളാഹ്ക്ക് മനസ്സിലായില്ലേ ഖുർആൻ എല്ലാറ്റിൻ്റെയും വിശദീകരണമാണ്, ഇനി ഒരു റസൂലിനെ അയക്കേണ്ട ആവശ്യമില്ല എന്നെന്ത് അള്ളാഹ്ക്ക് മനസ്സിലാകാഞ്ഞത്? അപ്പോൾ അല്ലാഹു തആല ഖുർആനിൽ അതിൻ്റെതായ നിലക്കുള്ള വിശദീകരണങ്ങളും കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ അത് എങ്ങനെ പ്രവർത്തന രൂപത്തിൽ കൊണ്ടുവരണം, അതിന് ഓരോരോ ഫറഅകൾ ഓരോന്നിൻ്റെയും വിച്ഛേദങ്ങളായി തിരിച്ചു കഴിഞ്ഞാൽ ഇന്ന ഭാഗം അത് കൃത്യമായി പഠിപ്പിച്ചു തരണമെങ്കിൽ ഒരു മാതൃകാ പുരുഷൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയക്കുമ്പോൾ അല്ലാഹു തആല പറഞ്ഞത്, പ്രവാചകൻ എന്തിനു വേണ്ടിയാ? ഈ ഖുർആൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ വേണ്ടിയാണ്. ആ നിലക്ക് നമ്മൾ ഇന്ന് സ്വീകരിക്കുന്ന നമ്മുടെ ഹദീസുകൾ ഖുർആനുമായിട്ടുള്ള അതിന്റെ ബന്ധം എന്താണ് എന്ന് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതായത് ഖുർആനിന്റെ ആയത്തുകൾ ഇവിടെ ഖുർആൻ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ആളുകൾക്കിടയിൽ സംശയമുള്ള അല്ലെങ്കിൽ സനദ് വേണം എന്നൊക്കെ പറയുന്ന അതൊരു അറിവില്ലാത്ത വർത്തമാനാണ്. കാരണം ഖുർആനും വേണം സനദ്. ഖുർആനും സനദോട് കൂടി തന്നെ നമ്മിലേക്ക് എത്തിയിട്ടുള്ളത്. അത് അറിവില്ലാത്തത് കൊണ്ട് ചില ആളുകൾ അത് ഹദീസിനെ ഇപ്പം സനദ് വേണ്ടുള്ളൂ എന്ന് നിനക്ക് സംസാരിക്കുന്നത് മാത്രം. അപ്പം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ഹദീസുകൾ എന്തിനാ എടുക്കുന്നത്? ഖുർആൻ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ആ ഖുർആനും സുന്നത്തും നമ്മളെ ബന്ധങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ പേരിലാണ്. അതായത് ഖുർആനിൽ വന്ന ആശയങ്ങളെ ശക്തിപ്പെടുത്തുന്ന രൂപത്തിൽ അതേ വിഷയം ചിലപ്പോൾ ഹദീസിലും പറഞ്ഞു എന്ന് വരും. അതിന് ഖുർആനിൻ്റെ തൗക്കീദിന് വേണ്ടി എന്നാണ് പറയുക. ഉദാഹരണമായിട്ട് അല്ലാഹു തആല പഠിപ്പിച്ചു, വഅഖീമുസ്സലാത്ത് വആതുസ് സകാത്ത്, നമസ്കരിക്കണം, സകാത്ത് കൊടുക്കണം. അതേ കാര്യം ഹദീസിലും വന്നു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വഇഖാമുസ്സലാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. അപ്പോൾ നമസ്കരിക്കണമെന്ന് ഖുർആനിലുണ്ട്, നമസ്കരിക്കണമെന്ന് ഹദീസിലുണ്ട്. കുതിബ അലൈക്കുമുസ്സിയാം, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, ഖുർആനിലുണ്ട്, ഹദീസിലും കാണാം. ആ നേരത്തെ പറഞ്ഞ ഹദീസിൽ വരുന്നുണ്ട്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത്, ജനങ്ങൾക്ക് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്, ഖുർആന്റെ കൽപ്പനയാണ്. അതേപോലെ ഹദീസിലും എന്തുണ്ട്? ഇസ്ലാം ഇങ്ങനെ 5 കാര്യങ്ങളാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഖുർആനിൽ പറഞ്ഞ അതേ കാര്യം എവിടെയുണ്ട്? ഹദീസിലുണ്ട്. അതാണ് ഒരു രീതി. അതായത് ഹദീസും ഖുർആനും തമ്മിലുള്ള ഒരു ബന്ധം. രണ്ടാമത്തെ രൂപം എന്താണ്? ഖുർആനിൽ വന്ന വിഷയങ്ങളെ ഹദീസുകൾ വിശദീകരിക്കുന്നു.
എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞ ആ പൊതുവായൊരു നിർദ്ദേശമുണ്ട്. പക്ഷെ അത് എങ്ങനെയാ, എത്രയാണ്, ഏത് രൂപത്തിലാ, വിശദീകരണം ആവശ്യമാണ്. ഉദാഹരണം, കട്ട പുരുഷന്റെയും സ്ത്രീയുടെയും കൈ മുറിക്കണം. എത്ര കട്ടാൽ മുറിക്കണം? ഖുർആനിലെ നിയമമല്ലല്ലോ. എങ്ങനെ കട്ടാൽ മുറിക്കണം? ഇസ്ലാമിക ഭരണാധികാരി അന്വേഷിക്കണം, ദാരിദ്ര്യമാണോ കഷ്ടപ്പാടാണോ അതോ പോക്കിരിതരാണോ ഒക്കെ നോക്കിയിട്ട് വേണം കൈ മുറിക്കാൻ. അവന് ചുറ്റുപാട് പരിശോധിക്കണം എന്നാണ്. കൈ എവിടെ മുറിക്കണം? കൈപ്പത്തി മുറിച്ചാലും കൈ തന്നെയാണ്. കൈ ഇവിടെ മുറിയായ കയ്യിൽ മുറിയായി എന്നാണ് പറയാ. ഇവിടെ മുറിവായാലും കൈമ മുറിയായി എന്നാ പറയാ. ഇവിടെ മുറിവായാലും കൈമ മുറിയായി എന്നാ പറയാം. എവിടെ മുറിക്കണം? ഇവിടെ മുറിക്കണോ? മുട്ടിന് മുറിക്കണോ? ഇവിടെ തുവലിനും ചുമലിന്റെ ഭാഗത്ത് മുറിക്കണോ? കൈ മുറിക്കണമെന്നേ കൽപ്പനയുള്ളൂ. അപ്പൊ പ്രവാചകൻ എവിടെ മുറിച്ചു? അവിടെ നോക്കണം. കട്ടാളുകളെ എവിടെയാ പ്രവാചകൻ മുറിച്ചത്? അതാണ് ഖുർആന്റെ വിശദീകരണമാകുന്നു അതിന്റെ ഹദീസ്, പ്രവാചകന്റെ പ്രവർത്തനം, പ്രവാചകന്റെ വാക്കുകൾ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു, നിങ്ങൾ നമസ്കരിക്കണം. എങ്ങനെ നമസ്കരിക്കണം? എത്ര റക്അത്ത്, ഏതെല്ലാം രൂപത്തിൽ, എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, വിശദീകരണം വന്നു. എവിടെ? ഖുർആനിലല്ല. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, അത് ഹദീസാണ്. ഞാൻ നമസ്കരിച്ച പോലെ നിങ്ങൾ നമസ്കരിക്കുക. അപ്പൊ ഖുർആനിന്റെ വിശദീകരണമാകുന്നു ഹദീസുകൾ. അതാണ് രണ്ടാമത്തെ ബന്ധം. മൂന്നാമത്തേത്, ഖുർആനിൽ പൊതുവായി വന്ന ചില വിഷയങ്ങൾ, ആമായ കാര്യങ്ങളെ ഹദീസുകൾ ഖാസാക്കി പറയും, പ്രത്യേകമാക്കും. ഖുർആനിന്റെ ആ നിയമം പ്രത്യക്ഷത്തിൽ നോക്കിയാൽ പൊതുവായിരിക്കും. അതിനെ ഹദീസ് എന്ത് ചെയ്യും? ഖാസാക്കി പറയും. എന്ന് പറഞ്ഞാൽ, ഉദാഹരണമായി അല്ലാഹു തആല പറഞ്ഞു, യൂസീകുമുല്ലാഹു ഫി ഔലാദികും ലിദ്ദക്കരി മിത്ലു ഹദ്ദിൽ ഉൻസയൈൻ. ഏതായാലും അപ്പോൾ അതൊരു പൊതുവായ നിയമമാണ്. ലിദ്ദക്കരി, ഒരു പുരുഷന്, മിഥില ഹദ്ദിൽ ഉൻസയൈൻ, രണ്ട് സ്ത്രീകൾക്കുള്ള വിഹിതം ഒരു പുരുഷന്. അതൊരു പൊതു നിയമമാണ്. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ നൂറസു. അപ്പൊ അവിടെ എല്ലാ പുരുഷന്മാരും അതിൽ പെടും, എല്ലാ സ്ത്രീകളും അതിൽ പെടും. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് ചോദിച്ചു വന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുത്തില്ല. എന്തേ കാരണം? അവിടെ ഈ ആയത്ത് ബാധകല്ലേ, അവിടെ ഖാസാക്കി. ലാ നൂറസു എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്വത്ത് അനന്തരം കൊടുക്കാൻ പാടില്ല, റസൂലിന്റെ സ്വത്ത് അനന്തരമായിട്ട് പാടില്ല, അത് സ്വതക്കയാണ് എന്നാണ്. അപ്പൊ ഖുർആനിൽ ഇന്ന ആള് എന്നില്ല, എല്ലാവർക്കും പൊതുവായിട്ടാണ് പറഞ്ഞത്. അത് ഇവിടെ ഖാസാക്കി. അതാണ് മറ്റൊരു ഹദീസിലൂടെ നടക്കുന്ന മറ്റൊരു വിഷയം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചു, പിന്നെ മിൻ ബഅദി വസിയത്തിൻ യൂസി ബിഹാ ഔ ദൈൻ, അനന്തര സ്വത്ത് വീതിക്കേണ്ടത് വസിയത്ത് നിർവഹിച്ചതിന് ശേഷം, അതായത് വസിയത്ത് ഉണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷവും കടമുണ്ടെങ്കിൽ അത് വീട്ടിയതിന് ശേഷവുമാണ്. അതൊരു ആമായ നിയമമാണ്. ഹദീസിൽ പറഞ്ഞു വസിയത്ത് 1/3 ചെയ്യേണ്ടത്, അവിടെ ഖാസാക്കി. ഇങ്ങനെ ഖുർആനും ഹദീസും തമ്മിൽ അവിടെ ചില നിയമങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് ആവശ്യം വരുന്നു. അതേപോലെ തന്നെ ഖുർആനിൽ വന്ന ചില വിഷയങ്ങൾ അത് അവ്യക്തമായിരിക്കാം ചില ആളുകൾക്ക്. ആ അവ്യക്തമായവയുടെ വ്യക്തതയ്ക്ക് വേണ്ടി, തൗളീഹിന് വേണ്ടി ഹദീസുകൾ വരും. ഏതുപോലെ? ഉദാഹരണമായിട്ട് ഖുർആനിൽ കാണാം, സൂറത്തു മറിയമിൽ, യാ ഉഖ്ത ഹാറൂൻ, യാ ഉഖ്ത ഹാറൂൻ, അല്ലയോ ഹാറൂനിന്റെ സഹോദരി എന്ന് മറിയം ബീവിയെ കുറിച്ച് ആ നാട്ടുകാർ വിളിച്ചു പറഞ്ഞല്ലോ. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇ വമാ കാനത് ഉമ്മുകി ബഗിയ, അല്ലയോ മറിയം, ഹാറൂനിന്റെ സഹോദരി, നീ എന്തെങ്ങനെയായി, നിന്റെ ഉമ്മയൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, നിന്റെ സഹോദരി ഒന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ്. അപ്പൊ യാ ഉഖ്ത ഹാറൂൻ എന്ന് പറയുമ്പോൾ ഹാറൂൻ നബി ഏതോ കാലഘട്ടത്തിലെ ആളാണ്, ഇവിടെ മറിയം ഈ കാലഘട്ടത്തിലുമാണ്. പിന്നെ എന്തിനാ ഉഖ്ത ഹാറൂൻ എന്ന് പറഞ്ഞത്? അവിടെ ഒരു വ്യക്തത ആവശ്യമാണ്. ആ വ്യക്തത ഹദീസിൽ കിട്ടും. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, അന്നഹും കാനു യുസമ്മൂന ബി അസ്മാഇ അംബിയാഇഹിം വസ്വാലിഹീന ഖബ്ലഹും, മുമ്പ് കഴിഞ്ഞു പോയ അംബിയാക്കളിലേക്കും മുമ്പ് കഴിഞ്ഞു പോയ സ്വാലിഹീങ്ങളിലേക്കും ആ കാലഘട്ടത്തിലെ ആളുകൾ പേരുകൾ ചേർത്ത് പറയാറുണ്ട്. അഹു ഹാറൂൻ, ഉഖ്ത് ഹാറൂൻ, ആ മുമ്പ് കഴിഞ്ഞു പോയ നബിയാണ്. അവരിലേക്ക് ചേർത്തി പറയുന്ന ഒരു ഏർപ്പാട് ആ കാലത്തുണ്ടായിരുന്നു. അപ്പൊ ഈ വ്യക്തത എവിടുന്നാ കിട്ടിയത്? ഹദീസിന്ന്. അല്ലെങ്കിൽ ഖുർആന്റെ ആയത്ത് മാത്രം എടുത്ത ഒരാൾക്ക് എന്ത് പറയാ, ഈ ആയത്ത് ശൈലിയല്ല. എന്തേ? മറിയമ്മിന് ചരിത്രത്തിൽ അങ്ങനെ സഹോദരൻ ഇല്ല. ഉഖ്ത ഹാറൂൻ എന്ന് പറയുമ്പോൾ ഹാറൂന്റെ സഹോദരൻ എന്നാണല്ലോ. ഹാറൂന്ന് പേരുള്ള സഹോദരൻ മറിയമ്മിനില്ല. അപ്പൊ ഖുർആന്റെ ആയത്ത് തെറ്റാന്ന് പറയാം. എന്തുകൊണ്ട്? അറിവില്ലാത്തത് കൊണ്ട്. ഇങ്ങനെയാണ് എല്ലാ നിഷേധങ്ങളും വരുന്നത്. അപ്പൊ ഈ നിലക്ക് ഖുർആനിലൂടെ ചില കാര്യങ്ങള് പിന്നെ കൃത്യമായ ഒരു വ്യക്തത കിട്ടാതിരിക്കുമ്പോൾ ആ വ്യക്തത ഹദീസുകളിലൂടെ വരികയാണ്. ഞാൻ ഒരു ഉദാഹരണം സൂചിപ്പിച്ചെന്ന് മാത്രം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ മറ്റൊന്നാണ്, ഖുർആനിൽ ഇല്ലാത്ത
എന്നാൽ ഒരു മുസ്ലിം പാലിക്കേണ്ടുന്ന നിയമം ഖുർആനിൽ നിന്ന് സായിദായി കൊണ്ടുവരുന്നത് അതിൽപ്പെട്ടതാണ് ഇപ്പോ ഒരു സ്ത്രീയെയും അവളുടെ അമ്മായിയെയും ഒന്നിച്ച് കല്യാണം കഴിക്കാൻ പാടില്ല. അത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ഒരു സ്ത്രീയെയും ആ സ്ത്രീയുടെ അമ്മായിയെയും ഒന്നിച്ച് കല്യാണം കഴിക്കുക. അതേപോലെ തന്നെ ഒരു സ്ത്രീയെയും അവരുടെ ഇളയമയെയും ഒന്നിച്ച് കല്യാണം കഴിക്കൽ അത് ഹദീസിലൂടെ നിരോധിക്കപ്പെട്ടതാണ്. നാടൻ കഴുത ഭക്ഷിക്കാൻ പാടില്ല, അത് ഹദീസിലൂടെ നിരോധിക്കപ്പെട്ടതാണ്. ആ നിരോധനം ഖുർആനിൽ കാണാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അത് തിന്നാൻ പറ്റുമെന്ന് പറയാൻ പാടില്ല, നിരോധന ഹദീസിൽ വന്നിട്ടുണ്ട്. കുല്ലു ദീ നാബിൻ മിനസ് സിബാ, മൃഗങ്ങളിൽ നിന്ന് ഹറാമായത് ഈ പഞ്ച എന്ന് പറഞ്ഞാൽ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള മൃഗങ്ങളെ തിന്നാൻ പാടില്ല, ഹദീസിൽ വന്നതാണ്. ആ നിയമം ഖുർആനിലുള്ളതല്ല. അപ്പൊ ഖുർആനിൽ വന്നതിൽ നിന്നും അപ്പുറമായി അതും അല്ലാഹു തആല ദീനിയായി പഠിപ്പിക്കുന്ന കാര്യങ്ങളാ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് മയ്യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും അനുസരിച്ചാൽ അവൻ അള്ളാഹിനെ അനുസരിച്ചു. വമൻ തവല്ല, വല്ലവനും പിന്തിരിഞ്ഞു പോവുകയാണെങ്കിലോ ഫമാ അർസൽനാക അലൈഹിം ഹഫീള, അവരുടെ മേൽനോട്ടക്കാരനായ റസൂലെ നിങ്ങളെ നാം ഏൽപ്പിച്ചിട്ടില്ല, പറഞ്ഞു കൊടുത്താൽ മതി. ആ ഉത്തരവാദിത്ത നിർവഹണമാണ് ഇന്നിവിടെ നിർവഹിക്കുന്നത്. വേണ്ടവർക്ക് സ്വീകരിക്കാം, പഠിക്കാൻ നമുക്ക് അവസരങ്ങളുണ്ട്, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. മരണാനന്തര ജീവിതത്തിന് വേണ്ടി, അവിടെയുള്ള രക്ഷാശിക്ഷകൾക്ക് വേണ്ടി. അതില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ജീവിതത്തിന് പോലും അർത്ഥമല്ലല്ലോ, പിന്നെ ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞതിലും അർത്ഥമല്ല. അതുകൊണ്ട് പഠിച്ച് നല്ല മനസ്സോടെ യഥാർത്ഥ ഹക്കായ വഴിയിൽ നിലക്കൊണ്ട് സ്വർഗം നേടാനുള്ള ആഗ്രഹവും പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടാകട്ടെ എല്ലാവർക്കുമെന്ന് ആശിച്ചുകൊണ്ട്, അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.